മലയാളത്തിലെ പല ഹീറോയിൻസും ഇപ്പം തമിഴിൽ ചെല്ലുന്നു, അവിടെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, അവാർഡൊക്കെ വാങ്ങുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളാണല്ലോ എപ്പോഴും ആഗ്രഹങ്ങൾ. അതെ, പ്രതീക്ഷകൾ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞ പോലെ എപ്പോഴും അതെ എങ്ങനെയാവും വന്നു ചേരുക എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത് വളരെ എന്താ പറയാ യാദർശികമായിട്ട് എനിക്ക് വന്നൊരു ഓഫറാണ്. കാരണം ഞാനിപ്പോൾ കുറേ നാളായിട്ട് തമിഴ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വരികയാണ്, വന്നിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല പെർഫോമൻസിൻ്റെ ഒരു സ്കോപ്പ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഏജ് ഫാക്ടറൊക്കെ മറന്നിട്ട് ഓക്കെ എന്തായാലും ചെയ്യാം. നട്ടക്കത്തി ദിനേശ് അവിടെ അദ്ദേഹം ഒരു സ്റ്റാറാണ്. ഒരുപാട് നല്ല വിചാരണ പോലത്തുള്ള സിനിമകൾ ഇപ്പോൾ റീസെൻ്റ്ലി ജയ് ബേബി ഒക്കെ ഇറങ്ങിയപ്പം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ആള് വരെ തയ്യാറായി ഇങ്ങനെ ഒരു കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അതിനൊരു വാല്യൂ ഉണ്ട് ആ സ്ക്രിപ്റ്റിന്, ആ ഡയറക്ടർ, ആ പ്രൊഡക്ഷനൊക്കെ. അപ്പം ഞാനും അത് കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ കമ്മിറ്റ് ചെയ്തു.